ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് വീഡിയോ പറഞ്ഞ ആ പെണ്ണിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഞാൻ കാണിച്ചു തരാം. അതായത് അതായത് എന്തോന്നും മണ്ടത്തരൊക്കെ ഇവിടുന്ന് പറയണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അവള് എന്താണ്ട് ഇപ്പോൾ ആറേണ്ട കാര്യം തീരുമാനിക്കുന്ന മൊത്തം അവളാണെന്നുള്ള ഒരു രീതിയിലാണ് ആ തള്ള കിടന്ന് പറയുന്നത്. ആ വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഗുണദേശം എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. ചൊവ്വാഴ്ച നാളെ ഇതെന്തിനാ ഇവള് വീണ്ടും വീണ്ടും പറയണേ? റീച്ച് അതാണ് ഇവൾക്ക് കൊണ്ടത്. റീച്ച് ഇല്ല. പോലീസ് നിന്റെ അപ്പനല്ല. കേട്ടല്ല.
അതായത് ഈ വീഡിയോയിൽ അവൾ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ തലയൻ വക്കീലിനെ കൊണ്ടുവന്നു, ആ വക്കീലിനെ മാറ്റി പുള്ളിയുടെ ഫാമിലി വേറെ വക്കീലിനെ വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എന്തുട്ടാ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇത് തന്നെയല്ല പറഞ്ഞത്. ഈ പൈനാപ്പിൾ ആണെന്ന് പറഞ്ഞു അവനൊന്നും ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഇവള് പറഞ്ഞില്ല, അത് എന്തോ ആയിക്കോട്ടെ. പൈനാപ്പിൾ തലയൻ ഒരു വക്കീലിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു വീഡിയോ ഇട്ടുന്നത്. പക്ഷേ പൈനാപ്പിൾ അണ്ണൻ അങ്ങനെ ഒരു പൈനാപ്പിൾ തലയൻ അങ്ങനെ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ടേ ഇല്ല. പുള്ളിക്കാരൻ ഇതിൽ ഫ്രോഡ് കളിക്കുന്നതാ നിന്നെ പോലെ തന്നെ. പിന്നെ രണ്ടാമത് നീ പറഞ്ഞത് ചൊവ്വാഴ്ച പുറത്തിറങ്ങുന്നു, അതായത് പുതിയ വക്കീലിനെ ഏർപ്പാടാക്കിയ കാരണം ചൊവ്വാഴ്ച പുറത്തിറങ്ങുന്നു. ചൊവ്വാഴ്ച നാളെയാണ് ചൊവ്വാഴ്ച. അപ്പോൾ എനിക്ക് തോന്നണില്ല കേട്ടോ, കാരണം 14 ദിവസത്തെ റിമാൻഡ് എന്ന് പറഞ്ഞാൽ 14 ദിവസം തന്നെ അവിടെ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച പുള്ളിക്ക് ഇറങ്ങാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നണേ. കാരണം ഈ പിന്നെ ഇവള് പറയുന്നുണ്ട് ഫാമിലി പുതിയ വക്കീലിനെ വെച്ചു അന്നാണ് അണ്ണൻ ഇവളുടെ അടുത്ത് പറഞ്ഞതെന്ന്. ഈ സന്തോഷ് വർക്കിക്കും ഫാമിലി വെച്ച കാര്യം സന്തോഷ് വർക്കിക്കും ഞാൻ പറഞ്ഞു തരുന്നില്ല. പിന്നെ ഞങ്ങളാണ് പറഞ്ഞത്, അതായത് ഫാമിലിയോട് സംസാരിച്ച് ഞങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ തന്നെയാണ് അറിഞ്ഞതും. അതായത് പുള്ളിയുടെ സിസ്റ്റർ അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെ തന്നെ ഞങ്ങൾ വേറെ വക്കീലിനെ വെക്കുന്നുണ്ട്, ഇനിയിപ്പോൾ പൈനാപ്പിൾ തലേൻ്റെ ഒരാളുടെ ആവശ്യമില്ലെന്ന്. പിന്നെ ഇവളെന്തിന് അണ്ണന് വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കാൻ പോയി? ഇവളൊക്കെ കല്ലിയാണ് ഈ തള്ള. പിന്നെ ഇവളെന്നിട്ട് പറഞ്ഞ ഈ പേങ്ങത്തി വേറൊരു കാര്യം പറഞ്ഞു, ആ തടിയൻ ആറാട്ടൻ്റെ കൂടെ നടക്കണം ഞാൻ കണ്ടുള്ളതെന്ന്. ഇവളെ കാണിക്കാൻ ഞാനാരാ? അല്ല, ഞാനെന്തിനാ ആറാട്ടൻ്റെ കൂടെ ഞാനെന്തിനാ നടക്കണേ? നീ നടക്കണമെന്ന് പറഞ്ഞാൽ നീ അണ്ണൻ്റെ റീച്ച് താങ്ങി നീ നടക്കും. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ പറയുന്നത് വേറൊരു കാര്യം പറയുന്നുണ്ട്, അതായത് എൻ്റെ വീഡിയോക്ക് 4 റീച്ച് കിട്ടി, 4 ആൾ ഇപ്പോൾ അറിയും, അങ്ങനെ അവൾ പറയുന്നുണ്ട്. ഇവളുടെ ഉദ്ദേശം അത്രേ ഉള്ളൂ, ഇവൾക്ക് റീച്ച് വേണം. റീച്ചിന് വേണ്ടി ഇവളൊന്ന് കാട്ടിക്കൂട്ടുന്നത് ഈ അനാവശ്യം മുഴുവനും എടുത്ത് പറയുന്നത്. അവസാനം പറയുന്നതാ, അവസാനം ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, അവൾ രാവിലെ ഇറങ്ങിയതാ. അത് കഴിഞ്ഞ് ആദ്യം കാക്കനാട് പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞ് ഇവിടെ അല്ല, പിന്നെയാണ് ഹൈക്കോടതിൻ്റെ അവിടെയുള്ള സബ് ജയിലിലേക്ക് വന്നതെന്ന്. ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് സബ് ജയിലിൻ്റെ ഫോട്ടോ അടക്കം ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇവൾക്ക് മനസ്സിലായില്ല ഇവള് കാക്കനാട് പോയി? അതായത് ഇതൊക്കെ എത്ര ഉള്ളൂ, വെറുതെ അതായത് ഓരോന്നും അടിച്ചുവിടാം, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കാം, കുറച്ച് ആൾക്കാരെ, അതായത് സെയിം ക്യാപ്ഷൻ ആകുമ്പോൾ പിന്നെ എന്തായാലും ആൾക്കാർ കയറുമെന്ന് അറിയാം. അതിന് വേണ്ടിയുള്ള ഒരു കാട്ടായം. ഇതൊക്കെ കല്ലിയാണ്, ലോക കല്ലിയാണ് ഇവള്. പ്രിയ എന്നാണ് അവളുടെ പേര്. ആറാട്ടൻ അന്നും അതായത് കുറേ കോപ്രായം ഇവള് ആറാട്ടനായിട്ട് കാട്ടാൻ നോക്കി. പക്ഷെ ആറാട്ടൻ അങ്ങനെ അടുപ്പിക്കാനുള്ള. അത് കഴിഞ്ഞ് ഇവള് പെരേരനെ കയറി പിടിച്ചു. പെരേരയുടെ കൂടെ വന്ന്, അതായത് പെരേരയായിട്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇവളുണ്ടായിരുന്നു. അവിടെയും പറ്റാണ്ടായപ്പോഴാണ് ഇപ്പോൾ ഇവളെ തന്നിക്ക് ആറാട്ടനെ പോയി കണ്ടു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത്. ഓരോരോ ജന്മങ്ങൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവൾക്കൊന്നും കുടുംബത്തിൽ ആരും ഇല്ലേ? അതിലേക്കൊന്നും ഞാൻ പോകല. എന്തായാലും നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാത്തുള്ളവള്. കാരണം ഇത്ര അപവാദം കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്നും ഒരു നല്ല കുടുംബമില്ലെന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം അല്ലെങ്കിൽ പിന്നെ എന്തുട്ട് ഇത് കാണാൻ പറ്റാത്ത ഒരാളെ പോയി കണ്ടു എന്ന് പറഞ്ഞ്, അതായത് ബാക്കിയുള്ളവരും പിന്നെ വന്നിട്ട് എൻ്റെ വീഡിയോ 4 ആൾക്കാർ കണ്ടതിലാണ് ഇവൾക്ക് കൊണ്ടത്. ഇവൾക്ക് ആ ഒരു റീച്ചിന് വേണ്ടിയാണ് ഇവളിപ്പോൾ ഈ പേങ്ങത്തരം മുഴുവനും പറയുന്നത്, ഈ തള്ള. അങ്ങനെ വേണം പറയാൻ. കാരണം അല്ലാണ്ട് പിന്നെ എന്തിട്ടോ അത് എന്തോ ആയിക്കോട്ടെ. അതായത് ചൊവ്വാഴ്ച പുറത്തിറങ്ങുന്നല്ലേ പറഞ്ഞു. നാളെ ഇപ്പോൾ പുറത്തിറങ്ങുമെന്ന് നമുക്കൊന്ന് കാണാം. പുറത്തിറങ്ങാൻ സാധ്യത എനിക്ക് തോന്നല്ല. കാരണം 14 ദിവസത്തെ റിമാൻഡാണ്. റിമാൻഡ് കഴിഞ്ഞിട്ടാണ് ഇനി ബെയിൽ കിട്ടുള്ളൂ, ജാമ്യം കിട്ടുള്ളൂ. എനിക്കങ്ങനെ തോന്നണേ. ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് ഇവളെന്തായാലും ജയിലിൽ അണ്ണനെ പോയി കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഞാൻ അവിടെ പോയി അതിൻ്റെ രജിസ്റ്റർ വേണമെങ്കിൽ എടുത്ത് നോക്കും. അതിലങ്ങനെ നിൻ്റെ പേരില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. നീ ഇപ്പോൾ ഈ വീഡിയോയിൽ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ആ തടീനെ പോലെ ഇരിക്കുന്ന ആൾ ആറാട്ടിൻ്റെ കൂടെ നടക്കണമെന്ന് പറഞ്ഞ് നീ ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്.
അതിൻ്റെ ഒക്കെ ഞാൻ തീർക്കും, ഞാൻ നേരിട്ട് വന്നിട്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യല്ല. എടി എനിക്കങ്ങനെ ആറട്ടൻ്റെ കൂടെ നടക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ആറട്ടൻ്റെ കാര്യം നമ്മളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അല്ലാണ്ട് അയാളുടെ കൂടെ നടന്ന് വൈറലാവേണ്ട ആവശ്യം എനിക്കില്ല. ഈ ആറട്ടെണ്ണം കാട്ടിയൊരു തെണ്ടിത്തരം ഞാൻ കാട്ടിയതാണ് ഞാൻ ഈ പറഞ്ഞ വൈറലായത് ആദ്യത്തെ. അപ്പോൾ പിന്നെ ആറട്ടൻ്റെ കൂടെ നടന്ന് എനിക്ക് വൈറലാവേണ്ട ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ല. അവള് ആറാട്ടൻ്റെ കൂടെ എന്നെ കണ്ടിട്ടുള്ളതെന്ന്. നിന്നെ കാണിക്കാൻ നീ ആരാ? ഇപ്പം ഇത് ഇത്രേ ഉള്ളൂ. കാരണം ഇവളെന്തായാലും വക്കീലിനെയും കണ്ടിട്ടില്ല, ഒരു അണ്ണനെയും കണ്ടിട്ടില്ല, ജയിലിൽ കണ്ടിട്ടില്ല. സബ് ജയിലിൽ ഇവളെന്താന്ന് പോലും കണ്ടിട്ടില്ല. ആ കാര്യം തീരുമാനമാണ്, ഉറപ്പാണ്, വേറൊന്നും പറയാനില്ല.